ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചാർജറിൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. ചാർജറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം കെയർഫുള്ളായി തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവാൻ സാധ്യതയുണ്ട്. കമ്പനി ചാർജറിന് നല്ല എക്സ്പെൻസീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിധത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ ചാർജർ നമ്മൾ സാധാരണ മടക്കി വെക്കുമ്പോൾ ചുറ്റി വെക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നോട്ടേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തൂക്കിയിടാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ അടിഭാഗം ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റിലിട്ട ആ ഒരു വള്ളി ജസ്റ്റ് ഒന്ന് മുൻപോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതുപോലെ ഒരു കുളത്ത് പോലെ കിട്ടും. ഇത് നമുക്ക് തൂക്കിയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇത് ഞാൻ മാർക്കർ വെച്ച് ഇത് അടയാളപ്പെടുത്തിയതാണ്. അതായത് നമ്മൾ സാധാരണ ആ ഒരു ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടത്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ആ ഒരു ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ ഇതിൻ്റെ വയറിൻ്റെ ആ ഭാഗം നമ്മൾ സാധാരണ എടുത്ത് പോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി പോകുന്നത്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അഥവാ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആ വയറൊക്കെ വലിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് വലിച്ചെടുക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് മാറിക്കിട്ടും, വയറ് മുറിയുന്നതിലൊന്ന് മാറിക്കിട്ടും. അല്ലെങ്കിൽ ഒരു സെല്ലോ ടോപ്പ് ഇട്ടിച്ചാലും മതി കേട്ടോ. ഇനി അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഈ ഒഴിഞ്ഞിട്ടുള്ള പേസ്റ്റ് അതുപോലെ തന്നെ ട്യൂബുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ളിലുള്ള കംപ്ലീറ്റും നമുക്ക് അതിലുള്ളത് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഒന്നുകിൽ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു പത്തിരിയൊക്കെ പരത്തുന്ന ഒരു കോയിൽ, ചപ്പാത്തി കുഴക്കിൽ ഇത് വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് തീരുന്നതിനനുസരിച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ ഫുള്ളും നമുക്ക് നന്നായി യൂസ്ഫുൾ ആവും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്പൂണ് വെച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കുഴലൊക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ കുഴലെണ്ണയാണ് ഏറ്റവും കൂടുതൽ കംഫേർട്ട്. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇടുകയോ അല്ലെങ്കിൽ ഒരു ഹെയർ പിന്ന് കുത്തി വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് കംപ്ലീറ്റും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളത് പേസ്റ്റിൽ മാത്രമല്ല ഓയിൽമെൻറ്റ് ഏത് തരത്തിലുള്ളതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക.